നല്ലൊരു മാറ്റമാണ്. നല്ല വേരുകൾക്ക് നല്ല മാറ്റമുണ്ട്. ചെടികൾക്കൊരു യൂണിഫോം വളർച്ച കാണിക്കുന്നുണ്ട്. ചെടിക്ക് മൊത്തത്തിലൊരു ഗ്രോത്ത് കാണിച്ചായിരുന്നു. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. യൂണിഫോമിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അണക്കരയിലുള്ള ജിൻസൺ ചേട്ടൻ്റെ തോട്ടത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അദ്ദേഹം 3 വർഷമായിട്ട് നമ്മുടെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു തോട്ടവും എങ്ങനെയാണ് ഏലത്തിൽ പ്രത്യേകമായി എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന രീതിയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൊരു വിസിറ്റ് പോലെ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇപ്പം എത്ര വർഷം 3 വർഷമായിട്ട് താങ്കൾ ഉപയോഗിക്കുന്നതാണല്ലേ? 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. 3 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടായി ചെടികളൊക്കെ തന്നെ നമുക്ക് കാണിക്കാം. അതിൻ്റെ അകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ ആ കക്കാപ്പൊടിയുടെയൊക്കെ ആ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അതിലുണ്ട്. അപ്പോൾ എന്താണ് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. അത് ശരിക്കും കുറച്ച് പേരെ ഒന്ന് കാണിക്കണം. സത്യം പറഞ്ഞാൽ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എങ്ങനെ ഒരു കർഷകൻ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലോ ഒരു പരിധി വരെ അവർക്ക് ഇതൊരു വിശ്വസനീയമാകുന്നതും എന്താണ് അത്. നമ്മൾ ഇപ്പം നമ്മൾ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്ത് റിസൾട്ട് കിട്ടി എന്താണെങ്കിലും ഫ്രാങ്കായിട്ട് പറയാം. നാളെ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആരൊന്നും ഇതും വരുന്നതല്ല, ഒന്നുമല്ല. ഏറ്റവും ഫ്രാങ്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. എനിക്കുള്ള അനുഭവം സത്യസന്ധമായിട്ട് പറയുകയാണ്. നേരത്തെ ഞാൻ 3 വർഷം മുന്നാടി ഈ കുമ്മായ ഇട്ടുകൊണ്ടിരുന്നു. മൊത്തത്തിൽ ഏകമായിട്ട് കുമ്മായ നീറ്റി കക്ക നീറ്റി എന്നെല്ലാം ഏകമായിട്ട് വെതറിടുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഞാനത് കുറച്ച് 5-6 ചാക്ക് എടുത്താണ് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ഉപയോഗിച്ച് നോക്കുമ്പോൾ കക്കായിട്ട് സ്ഥലം ഇതുമായിട്ടൊക്കെ പരീക്ഷണം നോക്കിയപ്പോഴേക്ക് എനിക്കത് ഇതിലാണ് കുറച്ച് മാറ്റം തോന്നി. ഈ ഫോർറൂട്ടിന്റെ ഈ കക്ക ഉപയോഗിച്ച സ്ഥലത്തടിച്ച് മാറ്റം തോന്നിയത്. അപ്പൊ ഇത് നല്ലൊരു മാറ്റമാണ്. നല്ല വേരുകൾക്ക് നല്ല മാറ്റമുണ്ട്. ചെടികൾക്കൊരു യൂണിഫോം വളർച്ച കാണിക്കുന്നുണ്ട്. യൂണിഫോമിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ കുറയുന്നുണ്ട്. അതെ അതെ. കാസറ്റിങ്സിനൊക്കെ നല്ലൊരു മാറ്റം. ചെടിക്ക് മൊത്തത്തിലൊരു ഗ്രോത്ത് കാണിച്ചായിരുന്നു. കായകളുടെ വലിപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കായകൾ സ്വാഭാവികമായിട്ടുള്ള വലിപ്പം ഇച്ചിരി വ്യത്യാസം കാണിക്കുന്നുണ്ട്. കാൽസ്യം ചെല്ലുന്നതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചെടികൾക്ക് മൊത്തത്തിലൊരു ഗ്രോത്ത്, ഒരു പച്ചപ്പ് ഒക്കെ. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഒരു ഓർഡർ ക്വാണ്ടിറ്റി കൂടിയായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ നമ്മളടുത്ത് പറഞ്ഞത് ഇവരോടും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഇത് ഉപയോഗിച്ച് കണ്ട ആൾക്കാർ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ആണോ അതോ നമ്മൾ തന്നെ ഉപയോഗം കൂട്ടിയതാണോ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന്. ഇതിടയ്ക്ക് നമ്മൾ ആദ്യം എടുത്ത 4-5 ചാക്കിന്ന് പിന്നെയുള്ള ഓർഡർ കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു പിന്നിലുള്ള കാരണം എന്താണ്? കൂടുതലായിട്ട് ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ അതെനിക്ക് ഉപയോഗിച്ച റിസൾട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത്. അത് മറ്റുള്ള റെക്കമെൻഡ് അല്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അതെ, ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള കർഷകർക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു അതിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും അടുത്തുള്ള സമീപപ്രദേശത്തുള്ള കർഷകരാലും ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അതോ ഇനി ഇവിടുത്തെ തന്നെ ആവശ്യത്തിന് കൂടുതലായിട്ട് വാങ്ങിയതാണോ? അല്ല, ഇത് കണ്ടിട്ട് മറ്റുള്ള കർഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള കർഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതങ്ങനെയാണ് കുറച്ച് ഓർഡറുകൾ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ അവരും അടുത്തുള്ളവരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇത് ഉപയോഗിച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതെ അതെ. കുമ്മായത്തിന്റെ അപ്പൊ ഇപ്പൊ നിലവിൽ കുമ്മായം ഉപയോഗിക്കുന്നുണ്ടോ അതോ കുമ്മായവും ഇല്ല? കുമ്മായം ഉപയോഗിക്കുന്നില്ല. 3 വർഷമായിട്ട് ഇപ്പൊ കക്കാപ്പൊടി മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 1 വർഷം ഫുള്ളായിട്ട് അതിന്റെ ഇത് കാണിക്കുന്നുണ്ട്. ഈ ഡ്രോട്ട് ഇടയ്ക്കൊരു വരൾച്ച വന്നിട്ട് താങ്കളുടെ ഇവിടെ എന്തെങ്കിലും ഒരു അതിനനുസരിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായി ഈ ഭാഗത്ത്? ഞാൻ കഴിഞ്ഞ വർഷം വരൾച്ച സമയത്താണ് ഇതിട്ടത്. ജനുവരിയിലാണ് ഒരു ട്രിപ്പ് ഇട്ടുകൊടുത്തായിരുന്നു. ഞാനത് മിസ്റ്റ് ഓടിക്കുമായിരുന്നു. മിസ്റ്റ് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഇത് ചെറുതായിട്ട് അരിഞ്ഞലിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം നമുക്ക് ആ ഒരു ക്ഷീണമില്ലാതെ, ചെടികൾക്കൊരു ക്ഷീണമില്ലാതെ വാട്ടം വരാത്ത രീതിയിൽ ചെടിക്കൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചു. അതാണ് എനിക്ക് ആ സമയത്ത് ഉപയോഗത്തിന്റെ ഒരു വ്യത്യാസം തോന്നിയത്. അത് ആ സമയത്ത് ചെയ്തത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യവും ഡിസംബറിൽ മേടിച്ച് അപ്ലൈ ചെയ്തത്. കുറച്ചുകൂടെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഫ്ലവറിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്കൊരു അത്യാവശ്യം തടസ്സങ്ങളൊന്നും ഇല്ല, കറക്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഫ്ലവറിങ് നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വളത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഫോളിയറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടിസ്ഥാന വളങ്ങളും നിങ്ങൾ പറഞ്ഞാൽ കക്ക ചെയ്യുന്നുണ്ട്. അപ്പൊ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. pH കറക്റ്റ് ആയതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. യൂണിഫോമിൽ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ യൂണിഫോമിൽ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്നൊരു സാധനം കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 2 മാസം 3 മാസം കൊണ്ട് അതിന്റെ റിസൾട്ട് ഡൗൺ ആയി പോകും. പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്കിതെന്ന് വെച്ചാൽ ഒരു യൂണിഫോം ബേസിൽ തന്നെ ഇത് സാധനം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ തരികൾ ഞാനിത് കക്കായിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ആ
പൗഡർ ഫോം ഒക്കെ മണ്ണിലേക്ക് പെട്ടെന്ന് അലിയുന്നുണ്ട്. പിന്നെ തരികള് ലാസ്റ്റത്തേക്ക് നമുക്ക് ഗ്രിറ്റ്സേ കിട്ടുള്ളൂ. ആദ്യം മണ്ണൊക്കെ അല്ല പൗഡറൊക്കെ അലിഞ്ഞങ്ങ് ചേർന്ന് ആദ്യം തന്നെ ചേരും. അത് നന്നായിട്ട് മണ്ണുമായിട്ട് ലയിക്കുന്നുണ്ട്. പിന്നെ ഇത് തരികൾ കുറയുമ്പോഴേക്കും നമ്മുടെ അടുത്ത് ഏകദേശം ഒരു വർഷം മിച്ചം അങ്ങനെ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ സ്വന്തം ഒരു വർഷം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ഞാനിപ്പോ 3 വർഷമായിട്ട് ഈ സമയങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാണല്ലോ. ഒരു എന്താ പറയാ തീരാറാവുമ്പോൾ തന്നെ അടുത്തത് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സൈക്ലിംഗ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ കുഴപ്പം വരുന്നില്ല. യൂണിഫോം മെത്തഡിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അതൊരു പുതിയ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഇൻസ്റ്റന്റ് കിട്ടണമെന്നില്ല. അത് നമ്മൾ പറയാറുണ്ട്. അത് ഇൻസ്റ്റന്റ് പുതിയ ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറഞ്ഞ ഒരു 2-3 മാസത്തേക്കെങ്കിലും ഉള്ളൊരു കറക്റ്റ് അത് കിട്ടാനായിട്ടുള്ള ഒരു സമയം നമുക്ക് വരും. എന്നാലാണ് പച്ചക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ലോ ആക്ടിങ് ആണ്, പക്ഷേ കൺസിസ്റ്റന്റ് ആണ്. അത് സ്ഥിരമായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഗുണം. എന്താ ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും കീടങ്ങളോ അല്ല എന്തെങ്കിലും. പിന്നെ നമുക്കിത് ഇട്ടൊരു വേറെ വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഒച്ചിന്റെ ശല്യം നമ്മുടെ തോട്ടത്തിൽ കുറവുണ്ട്. ഒച്ച് ഈ ചെറിയ ഒച്ചുണ്ട് ഇവിടെ നമ്മൾ ഈ തോട്ടങ്ങളിലെല്ലാം വ്യാപകമായിട്ടുള്ള ഈ ഒച്ച്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് ഞാനിത് ഉപയോഗിക്കുന്നതിന് എല്ലാത്തിനും ഈ മണ്ണിൽ കയറി പൂവിലൊക്കെ ഇരുന്നിട്ട് കാപിടുത്തമൊക്കെ സെറ്റിങ്സ് കുറവാണ്. അപ്പൊ കാപിടുത്തം പൊതുവെ ഇടുക്കിയിലെ മൊത്തം ഈ വർഷം ഉണ്ടായ പ്രശ്നം അതാണ്. ഈ ഒച്ചിന്റെ ശല്യം കാപിടുത്തം കുറയുന്നുണ്ട്. ഈ ഫ്ലവറിൽ വന്നിരിക്കും, ഫ്ലവർ തിന്നു അങ്ങനെ ഇതാ ഈ നമ്മൾ ചിരത്തെ കൂടി ഇങ്ങനെ കയറിയിരിക്കും. രാത്രി കാലങ്ങളിൽ നമ്മളിങ്ങനെ ലൈറ്റ് ടോർച്ച് നോക്കിയാ ഇതിങ്ങനെ. പിന്നെ ഈ ചപ്പിന്റെ അടിയിലൊക്കെ നമ്മൾ ഈർപ്പുള്ള സമയത്തൊക്കെ ഈ ചപ്പിന്റെ അടിയോ കല്ലോ കടികളിലൊക്കെ ഇത് ഇരിക്കുന്ന കൂടുതലും. അപ്പൊ ഈ രാത്രി സമയങ്ങളിലായത് ഈ ഒരു 6 മണിക്ക് ശേഷമാണ് വരുന്നത് ഈ ചിരത്തയിലൊക്കെ ഇരുന്ന്. അപ്പം ഇതിന്റെ കാപിടുത്തം കുറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലാഭ വന്ന് ഈ പൂവെ വന്നിട്ട് അങ്ങനെ പൂ നശിച്ചു പോകുന്നാ പറയുന്നത്. ഈ പോളിനേഷൻ ഇല്ലാതായി അല്ല ഫ്ലവറിലാണെന്നുണ്ടെങ്കിൽ പൊതുവെ എനിക്കൊന്ന് പോളിനേഷൻ ഇല്ലാതെ പരാഗണം നടക്കാതെ എല്ലാം അങ്ങനെ ആവാം. പരാഗണം നടക്കാതായിരിക്കും. ഒഴിച്ചിലും അങ്ങനെയുള്ള സെറ്റിങ്സ് ഇല്ല പൊതുവിൽ. അപ്പൊ നമ്മൾ ഉപയോഗിച്ച ശേഷം നമുക്ക് പിന്നെ ഈ ഒച്ചിന്റെ ശല്യം കുറവുള്ളൂ. ഞാനത് ഇനി പെല്ലറ്റൊക്കെ വെച്ച് നോക്കി നമുക്ക് ജസ്റ്റ് ഐഡിയയിലേക്ക് 1-2 ഒക്കെ വെച്ചേ കാണുന്നുള്ളൂ. എന്തെങ്കിലും വിഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒച്ചിന് കൊടുത്തിട്ടാണ്? ഇല്ലില്ല, അതിന്റെ അല്ല. പൊതുവിലില്ല, കാണാനില്ലായിരുന്നു. ഞാൻ ഈ ചപ്പിന്റെ അടിയിലൊക്കെ ആളുകൾ വെച്ച് നോക്കിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും അവര് നമുക്ക് ഒച്ചിന്റെ ശരി പ്രശ്നമില്ലെന്ന് തോന്നി. എന്നാൽ എന്റെ ഒരു സംശയത്തിന് ഉണ്ടോ ഇല്ലെന്നൊരു ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ കുറച്ച് പെല്ലറ്റൊക്കെ വെച്ച് നോക്കിയിട്ടും അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ വേറെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള തോട്ടങ്ങളിലും നമ്മുടെ അയലൊക്കത്തെ തോട്ടങ്ങളിലൊക്കെ ഒച്ച ശല്യം കൂടുതലുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് വ്യത്യാസം കിട്ടും. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാ അടുത്ത തോട്ടങ്ങളല്ലേ, അപ്പൊ ഒരു മണ്ണിലുണ്ട് എല്ലാ വേരിയേഷൻ വരുമ്പം അതൊന്നും ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെയാണ് അവരോട് റെക്കമെൻഡ് ചെയ്തത്. അവരും നമ്മുടെ റിസൾട്ട് കണ്ടിട്ടാണ് അവരും മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അതെ. ഫോളിയാർ ഉപയോഗിക്കുന്ന എന്ത് ടൈപ്പൊക്കെ ഫോളിയാർ? ഫോളിയാറും MKP അങ്ങനെയുള്ള ഫോസ്ഫറസ് പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. നൈട്രജൻ കുറവാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അമിനോ യൂസ് ചെയ്യും. പിന്നെ വേരിനുള്ള നെമറ്റോൾ എന്നുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ വാമ യൂസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.